ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പോളിംഗ് 11.31% രേഖപ്പെടുത്തി. കൂടുതൽ പോളിംഗ് ഹിമാചൽ പ്രദേശിലും കുറവ് ഒഡീഷയിലുമാണ്. ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. ജാമ്യകാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നാളെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങും. വിവരങ്ങളുമായി സ്വാതി ചേരുന്നു. സ്വാതി, ആദ്യം നമുക്ക് പോളിംഗിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. എങ്ങനെയാണ് രാവിലെ മുതലുള്ള പോളിംഗിന്റെ ഒരു സാഹചര്യം? ഷമ്മി, 57 മണ്ഡലങ്ങളിലേക്കുള്ള അവസാനഘട്ട പോളിംഗ് ആരംഭിച്ചപ്പോൾ ഇപ്പോൾ 9 മണിവരെയുള്ള പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 11.31% 9 മണിവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. 14.35%. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒഡീഷയിലാണ്. 7.69% ആണ് ഒഡീഷയിലെ പോളിംഗ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനം ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ ബീഹാറിൽ 10.58%, ചണ്ഡീഗഡിൽ 11.64%. ചണ്ഡീഗഡിൽ ഇത്തവണ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏക സീറ്റിലേക്കുള്ള വോട്ടെടുപ്പാണ്. അവിടെയാണ് 11.64% രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജാർഖണ്ഡിൽ 12.15% പോളിംഗ്. പഞ്ചാബിലും പോളിംഗ് ശതമാനം മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. 9.64%. ഉത്തർപ്രദേശിൽ 12.94%. പശ്ചിമ ബംഗാളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12.63%. ഇത്തരത്തിലാണ് പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനത്തിൽ വലിയ തരത്തിലുള്ള കുറവ് രേഖപ്പെടുത്തിയത് BJP കേന്ദ്രങ്ങൾക്ക് ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുമ്പോൾ അവിടെ ഒരു കർഷക രോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർഷക സംഘടനകൾ അടക്കം ഇന്ന് രാവിലെ വലിയ തരത്തിൽ BJPക്കെതിരായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. മോദി സർക്കാർ കർഷകരോട് സ്വീകരിച്ച നടപടികൾ ഓർത്തു വേണം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ കർഷകർ വോട്ട് രേഖപ്പെടുത്താൻ എന്നാണ് കർഷക നേതാക്കൾ രാവിലെ പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ BJP അടക്കമുള്ള സംസ്ഥാനത്തിൽ ഒരു മോദി വിരുദ്ധ വികാരം അല്ലെങ്കിൽ ഒരു BJP വിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ പോളിംഗ് ശതമാനവും പഞ്ചാബിൽ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. 9.64% പോളിംഗ് ഇപ്പോൾ പഞ്ചാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖരൊക്കെ തന്നെയും രാവിലെ തന്നെ പോളിംഗ് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ സ്ഥാനാർത്ഥി, മണ്ഡിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കങ്കണ റണാവത്ത് തുടങ്ങി നിരവധി പേർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള പ്രചാരണമാണ് BJPയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുന്നത്.